അടുത്ത് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അല്ലാതെ ഇത് മൊത്തത്തിലുള്ള ഒരു കൺഫെഷൻ അല്ല, മനസ്സിലായോ? ഞാൻ അവനെ പറഞ്ഞത് എൻ്റെ എക്സ്ട്രീം ട്രിഗറിൽ ഞാൻ പറഞ്ഞു പോയതാണ്. ഞാൻ പെട്ടെന്ന് അവൻ്റെ ചാറ്റിനകത്ത് ഈ പറയുന്നത് പോലെ എൻ്റെ ചാറ്റിനകത്ത് വന്ന് ഞാൻ ഇങ്ങനെ വേറൊരു കാര്യമുണ്ട് ഗൈസ്, ഞാൻ ചോദിക്കുന്ന ആൾക്കാർ തൊപ്പിയുടെ അച്ചീവ്മെന്റ്സ് വെച്ചിട്ട് അതിൻ്റെ അടുത്ത് റിപ്ലൈ തരുന്നത്. പക്ഷേ ഞാൻ റിപ്ലൈ കൊടുക്കുന്നത് എൻ്റെ സ്വന്തം അച്ചീവ്മെന്റ്സ് വെച്ചിട്ട്. അതാണ് ഡിഫറൻസ്, മനസ്സിലായോ? ഞാൻ ബാക്കിയുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരെനിക്ക് റിപ്ലൈ തരുന്നത് തൊപ്പിയുടെ അച്ചീവ്മെന്റ്സും തൊപ്പിയുടെ കാര്യങ്ങളും വെച്ചിട്ടാണ് ഫ്രം ദ ബിഗിനിങ്. അത് അന്നോട്ടേ എങ്ങനെയാണ്. പക്ഷേ ഞാൻ എൻ്റെ സ്വന്തം അച്ചീവ്മെന്റ്സ് വെച്ചിട്ടും എൻ്റെ സ്വന്തം കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ളവർക്ക് റിപ്ലൈ പറയുന്നത്. അത് വേറൊരു വലിയ കാര്യമാണ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുക, അത് മെമ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് ചാറ്റിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായത് എനിക്ക് ചാറ്റിന്റെ സൈഡിൽ നിന്ന് ഒരു വലിയ പ്രൊവോക്കേഷന്റെ പുറത്ത് പറ്റിയത്. ഞാനും എനിക്ക് ഈ ഗെയിമും സ്ട്രീമിലൊക്കെ എനിക്ക് ഒരുപാട് മെന്റൽ പ്രഷർ സംഭവിക്കാറുണ്ട്. ഈ മെന്റൽ പ്രഷർ സംഭവിക്കാറുള്ള സമയത്ത് ഞാൻ ഇതുപോലെ ഗ്യാപ്പുകളൊക്കെ എടുത്ത് പോകാറുണ്ട്, ഗ്യാപ്പ് ഇതാക്കാറുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് എന്താ പറയുക, എനിക്ക് ഈ പറയണത് പോലെ ഈ മെന്റൽ ഹെൽത്ത് ആണെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങൾക്ക് റിക്കവർ ആവാൻ ഒരു ടൈം എനിക്ക് എപ്പോഴും എടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സാധനം ഞാൻ റെസ്പെക്ട് ചെയ്തില്ല പർട്ടിക്കുലർ മൊമെന്റിലൊന്നും എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ എക്സ്ട്രീം റേജിലായിരുന്നു. അതിൻ്റെ മെയിൻ കാരണം ഇതിന്റെ ഒരു സ്റ്റോറി എനിക്ക് കുറച്ച് എക്സ്പ്ലെയിൻഡ് ആയിട്ട് പറയാനുണ്ട്. എനിക്ക് ഈച്ച് ആൻഡ് എവരി സാധനങ്ങൾ കാണിച്ച് നിങ്ങൾക്ക് പറയാനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇരുന്ന് ഗൈസ് ഈ തെറി പറയണവന്മാരെ വിട് ഗൈസ്. ഇവന്മാര് നിങ്ങൾക്കറിയാലോ ഇതിന്റെ ഒരു മെയിൻ കാരണം പോലും ഇവന്മാരെ ഇനി ഞാൻ വെയിറ്റ് ഞാൻ ഇത് കാണട്ടെ. എനിക്ക് ഇത് കാണാണ്ട് ഫുള്ള് കാണാണ്ട് എനിക്ക് പറയാൻ വേണ്ടി പറ്റൂല, മനസ്സിലായല്ലോ? കൺവേർട്ടിംഗ് ആണ്. വെയിറ്റ് നോക്കട്ടെ, ആദ്യം ഫുള്ള് കാണട്ടെ, എന്നിട്ടല്ലാണ്ട് നമ്മൾ ഒരാളെ പറയുന്നത് ശരിയല്ലല്ലോ. എന്നെ പറയാത്ത കാലത്തോളം എനിക്കൊന്നും തിരിച്ചങ്ങനെ പറയാൻ വേണ്ടി പറ്റൂല. ഓക്കെ, വെയിറ്റ്. എന്ത് പറഞ്ഞ് ഇംപ്രസ് ചെയ്താലും ഇവന്മാർ ഇരുന്ന് സ്പാം ചെയ്തുകൊണ്ടിരിക്കും, മനസ്സിലായോ? ഇവന്മാർ ഇനി എന്ത് പറയാലും അവരെ വിട്ടോ നിങ്ങൾ. ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അതിന് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നുകൂടെ ഞാൻ തൊപ്പിയുടെ കാര്യം, അതായത് വാച്ചിങ്ങിന്റെ കേസിലും അവൻ ഒരു ടൈമിൽ കാണിച്ച സാധനം ഞാൻ എടുത്ത് വെച്ച് പറഞ്ഞായിരുന്നു. അത് എൻ്റെ സൈഡിൽ നിന്ന് മിസ്റ്റേക്കാണ്. ഞാൻ ഇപ്പോഴും എടുത്ത് പറയുക, അവൻ എന്നെ ഒന്നും പറയാതിരിക്കാനോ അല്ലെങ്കിൽ അത് പേടിച്ചിട്ടോ അല്ല ഞാൻ ഇങ്ങനെ ഒരു സാധനം എൻ്റെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അതല്ലാതെ അവനെ പേടിച്ചിട്ടും ഇതാക്കിയിട്ടും അല്ല ഞാനിത് പറയണമെന്ന് ഒന്നുകൂടെ എടുത്ത് പറയാണ്. പിന്നെ ബാക്കിയുള്ള ഈ പറയണ അവനെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുന്ന ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നിനക്കൊക്കെ വേണമെങ്കിൽ കേൾക്കാം, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്തിട്ട് കളയാം, മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുവാണ് ഗൈസ്. ഇത് കുറച്ച് ബാക്കിലോട്ടുള്ള സ്റ്റോറിയാണ്. അതായത് പേരിട്ട് തന്ന ആൾക്കാർക്ക് തിരിച്ച് പേരിട്ട് തരാൻ എനിക്കറിയാം. പിന്നെ വേറെ ഈ ലൈവ് ഞാൻ എക്സ്ട്രീം അവരാധിക്കാനാണ് വന്നത്. പക്ഷേ വേറെ ഒരു കാര്യം എനിക്ക് കൺസിഡർ ചെയ്യണം ഗൈസ്. MRCയുടെ ഓണർ നിങ്ങൾ വിചാരിക്കുന്നത് പോലത്തെ ഇവരൊന്നും അല്ല. MRCയുടെ ഓണർ MRC തുടങ്ങിയത് ഇവരൊന്നും അല്ല. നിനക്കൊക്കെ അറിയാത്ത MRC ഉണ്ട്, മനസ്സിലായോ? നിനക്കൊക്കെ ഇതിനകത്ത് ആൾക്കാരുടെ എഫേർട്ടും ഇതെല്ലാം ഒരാളുടെ ഒരു സ്ട്രീമർ അതിൽ നിന്ന് ഫേമസ് ആയി എന്നതുകൊണ്ട് മാത്രം നിനക്കൊക്കെ അറിയാവുന്ന ഒരു MRC ഉണ്ട്. ആ MRC അല്ല മൊത്തത്തിലുള്ളത്. ഈ MRC എന്ന് പറയുന്ന ഓർഗിന് ഒരു ഇതുണ്ട്. അത് ആ ലെഗസി എന്താണെന്ന് അറിയണമെങ്കിൽ ചിലപ്പം ഈ കരയാൻ വരുന്നവർക്ക് അന്ന് ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല, മനസ്സിലായോ? ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല നീയൊക്കെ. അപ്പോൾ ആ MRCക്ക് ഒരു ഈ പറയുന്ന എന്നിട്ടാണോ MRCന്റെ ഓഡിയൻസിനെ കുറ്റം പറഞ്ഞത്? അത്രക്ക് MRCനോട് എന്താ പറയാ കടപ്പാടുണ്ടെങ്കിൽ ഒരിക്കലും MRCന്റെ ഓഡിയൻസിനെ കുറിച്ച് ഒരിക്കലും അങ്ങനെ അപരാധിക്കില്ലല്ലോ. ആ MRCക്ക് ഒരു ഓണർ ഉണ്ട് ഇപ്പോഴും. ആ MRCയുടെ ഓണർ നമ്മുടെ അശ്വിൻ ചേട്ടനാണ് ഇപ്പൊ കറന്റ്, മനസ്സിലായോ? അശ്വിൻ ചേട്ടനാണ്. അശ്വിൻ ചേട്ടനായിട്ടാണ് ഞാൻ ഇന്നലെ സംസാരിച്ചത്, ഞാൻ പറഞ്ഞല്ലോ. വൈ യു ആർ കേഴ്സിംഗ്? അയ്യോ ഞാൻ കണ്ടില്ല എന്തായിരുന്നു അത് ഞാൻ വൈ യു ആർ കേഴ്സിംഗ് വേർഡ്സ് ടു വൈ യു ആർ യൂസിംഗ് ദിസ് കേഴ്സിംഗ് വേർഡ്സ് ടു ലുക്ക് ടഫ്. ഈ ടഫ് ലുക്ക് ഇതൊക്കെ മറ്റേ ജെൻസി സാധനമാണല്ലേ. ലുക്ക് സ്ലേ ബ്രോ. ഞാൻ അതിലേക്ക് വരാം ഒരു മിനിറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ അശ്വിൻ ചേട്ടനാണ് ഇതിന്റെ ഓണർ. അപ്പോൾ കറന്റ് ഫുള്ള് കാര്യങ്ങളും ബാക്കി ഈ ഇതെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ കറന്റ്. അതായത് നിങ്ങൾക്ക് ഇതിന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുവാണെങ്കിൽ ഒരു ഓർഗനൈസേഷൻ നമുക്ക് ലീഗലായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ട്രേഡ് മാർക്ക് എടുക്കണം. പിന്നെ എന്താ പറയുക, കമ്പനി രജിസ്റ്റർ ചെയ്യണം. സോ മാർസലസ് എന്ന് പറയുന്ന ഈ MRC എന്ന് പറയുന്ന കമ്പനി ലീഗലി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അതിന്റെ ഓണർഷിപ്പ് കയ്യിലുള്ളത് അശ്വിൻ ചേട്ടൻ്റെ കയ്യിലാണ്, മനസ്സിലായോ? അശ്വിൻ ചേട്ടന്റെ കയ്യിലാണ് അതിന്റെ ഓണർഷിപ്പ് ഉള്ളത്. അതുകൊണ്ട് അശ്വിൻ ചേട്ടൻ കൂടെ എന്നെ വിളിച്ച് ഇതിനകത്ത് പറഞ്ഞപ്പോൾ എനിക്കൊരു പറഞ്ഞാൽ ഇത് എങ്ങനെയെങ്കിലും ഇതാക്കി തീർക്കാം എന്നുള്ളൊരു 11K. എനിക്ക് ഇവിടെ വാച്ചിങ് ഒന്നും കാണുന്നില്ല കേട്ടോ. ഞാൻ കഴിച്ച് ഇത് പറഞ്ഞ എനിക്ക് ഇവിടെ വാച്ചിങ് ഒന്നും കാണുന്നില്ല. അപ്പോൾ എത്ര ആൾക്കാർ വന്നു എത്ര ആൾക്കാർ പോയി എനിക്ക് ഇതൊന്നും കാണാൻ പറ്റൂല. ഇപ്പോഴേ പറഞ്ഞേക്കാം. അതുകൊണ്ട് ഞാൻ എക്സ്ട്രീം അറിയാത്തതിനോട് പോകുന്നില്ല. പക്ഷേ എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞത് പോളിട്ട എല്ലാവരും ഒരിക്കലും വോട്ട് ചെയ്യണം എന്നില്ല, മനസ്സിലായോ? നമ്മൾ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഒരിക്കലും വോട്ട് ചെയ്യൂല. അവർ ഇവിടെ കണ്ടിട്ട് അങ്ങ് പോകാന്നല്ലാണ്ട് അവർ ഒരിക്കലും വോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കൂല. ഇതിനായിട്ട് വരുന്ന കുറച്ച് ഓഡിയൻസ് ഉണ്ട്, എനിക്കറിയാം. 12,000 ഓക്കെ 12K. ഞാൻ ഒരു കാര്യം പറയാം, ഇതിനായിട്ട് ഈ ഇഷ്യൂ നടക്കുമ്പോൾ മാത്രം ഇതിൽ കയറി വരുന്ന ആൾക്കാരുണ്ട്. അവരോട് ഞാൻ പറയാം, ഇവരെന്ന് പറഞ്ഞാൽ ഇതിനായിട്ട് വരുന്ന ഇവിടെ എന്താ നടക്കുന്ന എന്താ സംഭവം എന്താ പറയുന്നത് ഇതിനു വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് എനിക്കൊന്നും സംസാരിക്കാനില്ല. ഞാൻ കാണട്ടെ, കണ്ടിട്ട് ഞാൻ ബാക്കി പറയാം. എന്നെ ഇതിൽ വലിച്ചിടാത്തടത്തോളം കാലം എനിക്ക് ഈഗിളൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. തൊപ്പിയും ഈഗിളും ആയിട്ടുള്ള കാര്യം അവർ സംസാരിച്ച് അവർ ക്ലിയർ ചെയ്തോട്ടെ. അല്ലെങ്കിൽ തൊപ്പി എന്താണോ പറയുന്നത് ഓനത് കേൾക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം ഇത്രയും തൊപ്പീനെ കയറി അവരാധിച്ചിട്ട് ഒരു ട്രിഗറോ ഒരു ഇതോ തൊപ്പീൻ്റെ ഭാഗത്തുനിന്ന് ഇല്ലാണ്ട് ഇത്രയും കാര്യങ്ങൾ അവരാധിച്ച സ്ഥിതിക്ക് ഓൻ ഒരിക്കലും അങ്ങോട്ട് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് അവർ തമ്മിൽ തീർത്തോട്ടെ, അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. ഞാൻ ഇടപെട്ട കാര്യം എന്ന് പറഞ്ഞാൽ MRCനെയും എന്നെയും നമ്മളെ ഇതിനെയും കൂടി പറഞ്ഞപ്പോഴാണ്, അതായത് ഞാനും ഷെയ്ക്കുമായിട്ടുള്ള ഇഷ്യൂ ഇതിൽ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ ഇടപെട്ടത്, മനസ്സിലായല്ലോ? ഒരു TV ഫാൻ MRC ഫാൻ കൊണ്ടുപോകണം. കാരണം MRC മെമ്പേഴ്സിനോട് ലീഡേഴ്സിനോടും പറഞ്ഞത് ശരിയായില്ല.
ബ്രോ ഞാൻ അതിലേക്കല്ലേ വരുന്നത്. ചില്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞത് തൊപ്പിയോട് പറഞ്ഞതിനുള്ള കാര്യം, ഞാൻ തൊപ്പിയുടെ പേര് ഡ്രാഗ് ചെയ്തതിനുള്ള ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതിനുള്ള ക്ഷമ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇതിലല്ല ബ്രോ, ഇത്രയും ഡീപ്പാവല്ലേ. എടാ നിനക്ക് സമയമില്ലെങ്കിൽ നീ കേൾക്കരുത്. ഞാൻ ഇത് മറ്റേ സീരിയൽ പോലെ പറയുള്ളൂ, അതേപോലെ ഭയങ്കര പതുക്കെ പറയത്തുള്ളൂ. നീക്കല്ല പറഞ്ഞ എനിക്ക് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വിളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് നേരം ഇരിക്കാൻ പോവാ. നീ എല്ലിട്ടാലും എന്ത് അണ്ടി ഇട്ടാലും ഞാൻ ഇത് ഇങ്ങനെ പറയത്തുള്ളൂ. നീ എന്തോ വിചാരിച്ചു നിന്റെ സൗകര്യത്തിന് ഞാൻ ഇവിടെ വന്നിട്ട് ഇരുന്ന് നീ കേൾക്കാൻ വന്നതാ. പറയടാ, അത് പിന്നെ സോറി പറയാം, അത് പറ്റിപ്പോയതാ. ഞാൻ എന്തോ അടിച്ചു കയറ്റിട്ടാ ലൈവ് ഇട്ടത്. അതാ ശരി, എമർജൻസി പ്രശ്നമൊന്നുമില്ല, നാളത്തെ അടുത്ത് ഉണ്ടാവില്ല. ഇതിങ്ങനെ പറഞ്ഞിട്ട് പോകണം നിന്റെ അടുത്ത്. നിന്റെ സൗകര്യത്തിന് ഞാൻ ഇരിക്കണോ? വേണേ കേട്ടിട്ട് പോടാ, വേണേ കേട്ടിട്ട് പോ. അപ്പോൾ പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ അശ്വിൻ ചേട്ടനും കൂടി ഇതിനകത്ത് വിളിച്ച് എൻ്റെ അടുത്ത് സംസാരിച്ചത് കൊണ്ട് ഞാനൊരു ലിമിറ്റ് വരെ ഇത് കുറയ്ക്കുക. എനിക്ക് പറയാനുള്ള ഒരു സാധനത്തിന്റെ ലിമിറ്റ് ഞാൻ ഇതിനകത്ത് കുറയ്ക്കുക. ഞാൻ ഓരോ പേരും ഓരോ അതും നീയൊക്കെ ഓരോ ഇരട്ട പേരിട്ട് തരുമ്പോൾ തിരിച്ച് എനിക്ക് ഞാൻ നിനക്ക് നിന്നിട്ട് പോകത്തുള്ളൂ. അതേ കാര്യം. അപ്പോൾ ഗൈസ്, അപ്പം ഫ്രം ദ ബിഗിനിങ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഇതൊന്നും അറിയാവുന്ന MRC ഓഡിയൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫ്രം ദ സ്റ്റാർട്ട് ഈ ഒരു ഗ്യാങ് തുടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ ഇതിനകത്ത് മാക്ക് നമ്മളായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടും നമ്മളായിട്ട് നല്ല രീതിയിൽ സിറ്റിക്കകത്തും സിറ്റിക്ക് പുറത്തും പൊക്കോണ്ടിരുന്ന ഒരാളാണ്. എന്താ വെയിറ്റ് നോക്കട്ടെ. പ്രജിത്ത്, താങ്ക് യു ഫോർ ദ 100 രൂപ ബ്രദർ. നീയും ചെയ്യുന്നത് അയൽക്കൂട്ട പണിയല്ലേ? അവിടെ പറയുന്നതും എത്തി നോക്കി റിയാക്ട് ചെയ്യുന്നതും അയൽക്കൂട്ട പണിയല്ലേ? ബ്രോ, ആരാ ഇതാദ്യം തുടങ്ങിയത്? ഞാനല്ലല്ലോ ഈ പരിപാടി ആദ്യം ചെയ്തത്. നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞോ, നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് ചൊറിഞ്ഞോ, നമ്മൾ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇതുണ്ടായിട്ടുണ്ടോ? ഇല്ല. ആണോ? ഇല്ല. ഇത് ഇങ്ങോട്ട് വലിച്ചിട്ട് നമ്മളെ കാര്യങ്ങൾ, അതായത് ഷെയ്ക്കും ഇവനും തമ്മിൽ, ഷമീറും തമ്മിൽ എന്താണ് ഇഷ്യൂ, എന്താണ് സംഭവം നടക്കുന്നത്, അതായത് നമ്മളെ ഓരോ ചെറിയ ഡീറ്റെയിൽ പോലും എത്തി നോക്കുന്നതിന് എനിക്കൊരു പേര് ഞങ്ങൾക്ക് അറിയൂ പറയാൻ വേണ്ടിയിട്ട്. ആ പേര് ഞാൻ പറഞ്ഞു, മനസ്സിലായോ? അത് ഞാൻ രണ്ടാമത് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആ പേര് ഞാൻ പറഞ്ഞു, മനസ്സിലായോ? അതിൽ എനിക്ക് കുറ്റമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞിട്ട് ഇങ്ങോട്ട് നമ്മൾ ഒരാൾ വന്നിട്ട് അടിച്ചിട്ട് അയ്യോ എന്താ എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചടിക്കാണ്ട് നമ്മൾ നിൽക്കൂല, നമ്മൾ തിരിച്ചടിക്കും, മനസ്സിലായോ? അതിന് എത്തി നോക്കലെന്ന് പറയില്ലല്ലോടാ മയിരെ. നിനക്ക് എന്താ ബുദ്ധിയില്ലടാ കുണ്ണെ, ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലേ? ഈ പർട്ടിക്കുലർ മാക്കിനെ പോലും നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് നിന്നൊരു സമയമുണ്ട് ടി വിയെ. അതായത് ടി വിയെ മാക്കിനെ ഒരു ഗ്യാങ് ഇതാക്കിയപ്പോൾ സമയത്ത് നമ്മൾ മാക്കിനെ പോയിട്ട് മാക്കിന് വേണ്ടി ഞാൻ കയറി ടി വി എന്നല്ല പറഞ്ഞാൽ ഞാൻ വരെ ഉച്ചയ്ക്ക് കയറി മാക്കിനെ ഇട്ട് അവരാധിക്കുന്ന കണ്ടപ്പോൾ മാക്കിനെ കൂടെ കയറി. അത് ഏത് ഗ്യാങ് ആയിരുന്നു? K51 ആണെന്ന് തോന്നുന്നു. K51 എന്തോ ആണെന്ന് തോന്നുന്നു. അവരെ സിറ്റുവേഷനിൽ കയറി ഞാനിത് പോയി ഗ്യാങ് സിറ്റുവേഷൻ ആക്കി 15 ദിവസം ടി വിയെ ഗ്യാങ് സസ്പെൻഷൻ മേടിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് നമുക്കുള്ള എനിക്ക് പറയാനുള്ള കമ്മിറ്റ്മെന്റ്സ് സ്റ്റാർട്ടിങ് ഞാൻ പറയാൻ പോണത് അവിടെ നിന്നാണ്. എടാ ഈ ടി വിയെ ശാന്ത അങ്ങനെ ഒരാൾ നമ്മുടെ അകത്ത് ഇല്ല. ഇത് അതല്ല വേണ്ട, ഇതിനെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അവിടെ നിന്നാണ് നമ്മൾ ടി വി എന്നുള്ള ഒരു സാധനം ഇവരുടെ അടുത്തുള്ള കമ്മിറ്റ്മെന്റ്സും കാണിച്ച് തുടങ്ങിയത്. ഓക്കെ, വൺസ് ഗ്യാങ് സ്റ്റാർട്ട് ചെയ്തു. വൺസ് ഗ്യാങ് മോണിറ്ററിംഗ് പീരീഡിലായപ്പോൾ തന്നെ MRCയിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാരും വന്ന് സിറ്റുവേഷൻസ് ചെയ്യാൻ തുടങ്ങി. അവരുടെ സൈഡിൽ നിന്ന് റൂൾസ് അറിയാത്ത കുറേ അൺവാണ്ടഡ് സിറ്റുവേഷൻസ് സിറ്റിയിലുണ്ടായി. അതായത് അവർക്ക് റൂൾസ് അറിയാതെ പറയാൻ പറ്റാത്ത പോലെ, ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റാത്ത പോയതിലും ഒരുപാട് ഷമീറിന്റെ സൈഡിൽ നിന്നും റാംബോയുടെ സൈഡിൽ നിന്നും ഇവരുടെ സൈഡിൽ നിന്നും എല്ലാം ഉണ്ടായി. ഞാൻ എന്നിട്ട് എൻ്റെ ടി വിയുടെ ഗ്രൂപ്പിൽ ഞാൻ പോയി പറഞ്ഞ ഒരേ ഒരു കാര്യം, അന്നും ഇന്നും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ ഇത്രയും വൾഗറാവുന്നതിന് മുമ്പത്തെ കാര്യം, MRCയുടെ പേരെടുത്ത് സിറ്റുവേഷൻ എടുക്കാൻ ആർക്കെങ്കിലും മുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നീക്കത് മറന്നു, അത് എന്തായാലും തൽക്കാലം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ലോലനെ സൈഡിൽ നിന്നായിരുന്നു ആദ്യമായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ട്രിഗറാവുന്നത്. ഞാൻ ലോലനെ പ്രത്യേകമായിട്ട് VCയിൽ വിളിച്ച് ലോലനെ ഞാൻ വഴക്ക് പറഞ്ഞു, എടാ ഇനി ഇത് ചെയ്താൽ നിന്നെ ടി വിക്കകത്ത് എടുത്ത് ഞാൻ ലൈനപ്പിൽ നിന്ന് എടുത്ത് മാറ്റി ബെഞ്ചിലിടും എന്ന് പറഞ്ഞു. അപ്പോൾ ലോലിന്റെ കാര്യം മനസ്സിലായി. ഞാനൊരു മീറ്റിംഗ് വിളിച്ചു. ഞാൻ മീറ്റിംഗ് വിളിച്ചിട്ട് ഞാൻ എല്ലായിടത്തും പറഞ്ഞു, അവർ ഒരു ഗ്രോയിങ് സ്റ്റേജിൽ അവരെ അവരുടെ വഴിക്ക് വിട്ടേരെ, നമ്മളിപ്പോൾ സിറ്റുവേഷൻ എടുക്കാൻ സമയമാകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ട് നമ്മളെ ചൊറിയാൻ വരുന്ന ഒരു സമയമുള്ളപ്പം ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പം മെമ്പേഴ്സിനെല്ലാം ഏകദേശം കാര്യങ്ങൾ മനസ്സിലായപ്പോൾ അവർക്ക് തന്നെ അറിയാം, ഓക്കെ ഇനി ഞാൻ സിറ്റുവേഷൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ അവർ തന്നെ ഈ സാധനം അഡ്മിറ്റ് ചെയ്ത് ഓക്കെ ഇനി വേണ്ട എന്നുള്ള രീതിയിൽ. സോ നമ്മൾ കംപ്ലീറ്റ്ലി മൊത്തത്തിൽ ഇതാക്കി നമ്മളായിട്ടുള്ള രീതിയിൽ മൂവ് ഓൺ ചെയ്യുക. കൺവേർട്ടിംഗ് കിങ് നിനക്കൊക്കെ എങ്ങനെ വേണേൽ പറയാം. ഈ മെസ്സേജ് പ്രൂഫ് ഒന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ബ്രോ. ഇവിടെ ഇരുന്ന് കാണാം പട്ടിപ്പൊളിയാടി മോനെ. അന്നേരം നിനക്ക് മെസ്സേജുകൾ റിയൽ ലൈഫിലെ മെസ്സേജുകൾ കാണാം. അന്നേരം നീ കൺവേർട്ടിംഗ് ആണോ അണ്ടിയാണോ നീ തീരുമാനിച്ചാൽ മതി. വേറൊരു കാര്യമുണ്ട്. പിന്നെ ഈ അപ്പുറത്തിരുന്ന് RP കാണുന്ന ഒരു 1500 പേരെ എനിക്ക് ഇംപ്രസ് ചെയ്തിട്ട് എൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് എനിക്ക് രണ്ടിയും കിട്ടാനില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഓഡിയൻസോടാണ്, ഞാൻ അവരോട് സംസാരിച്ചോളാം. നീ വേണേ കേട്ടാൽ മതി, നീ വേണേ കണ്ടിട്ട് പോയാൽ മതി. നിനക്ക് കൺവേർട്ട് ഗുണം എന്തോ ആയിക്കോട്ടെ, നിനക്ക് എന്ത് വേണം വിശ്വസിക്കാം. നിന്നെ എനിക്ക് ഇംപ്രസ് ചെയ്ത് നാളെ തൊട്ട് എൻ്റെ ലൈവ് ഇരുത്തി കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും എനിക്കില്ല. അതുകൊണ്ട് അത് നീ പറയണ്ട. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇവരുടെ എല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഓരോ ദിവസങ്ങളായിട്ട് ഓരോരുത്തർ നമ്മുടെ കൂടെ RP ചെയ്യാൻ വേണ്ടി വരുന്നത്. അതിൽ ഷെയ്ക്ക് വന്നു, ഷെയ്ക്കിന്റെ കൂടെ RP ചെയ്യാറുണ്ടായിരുന്നു. മാക്കിന്റെ കൂടെ RP ചെയ്യാറുണ്ട്. തൊപ്പി വന്നിട്ടുണ്ട്. തൊപ്പിയുടെ കൂടെ നമ്മൾ ഷെയ്ക്കിന്റെ ഐലൻഡിന്റെ പരിപാടി, എല്ലാത്തിനും നമ്മൾ എല്ലാത്തിനും സഹകരിച്ച് നല്ല രീതിയിൽ പോവാം. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു പെർട്ടിക്കുലർ ദേഷ്യമോ ഈഗോ ആദ്യമേ ഉണ്ടെങ്കിൽ ഞാൻ അതിനൊന്നും നിൽക്കത്തില്ല. ഞാൻ വൺസ് ഒരാളുടെ അടുത്ത് പിണക്കം കാണിച്ചോ അല്ലെങ്കിൽ മറ്റേ ഈ പറയുന്ന ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരുടെ 7 അയലത്തോട്ട് പോകാനും സംസാരിക്കാനും പോലും നിൽക്കത്തില്ല. അങ്ങനെ സംസാരിക്കാൻ നിൽക്കുവായിരുന്നെങ്കിൽ ഈ പറയുന്നത് ടി വിയിൽ ഇറങ്ങിയ കുറെ ആൾക്കാർ ഫുൾ ആൾക്കാർ ഇപ്പോൾ ഇവിടെ തിരിച്ചു വന്നേനെ. പോയ ആൾക്കാർ വരെ തിരിച്ച് ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ഈഗോ ഒന്നും കീപ്പ് ചെയ്യുന്ന ഒരാളല്ല.
ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ ഞാൻ ഈ സാധനത്തിലൊന്നും ഗെയിമിലൊന്നും ഞാൻ ഈ പറയുന്ന എല്ലാവരുടെയും പെർമനന്റ് മാറ്റി കൊടുത്തു. ഞാൻ അതിന്റെ കൂടെ പറയുകയാണ്, ഞാൻ ഡൊമിനിക്കിന്റെ പെർമനന്റ് മാറ്റി കൊടുക്കുകയാണ്. അത് ഞാൻ പറയാൻ റീസൺ എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. ഡൊമിനിക്കിന്റെ പെർമനന്റ് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലൊന്നും ഞാൻ ഈഗോ കീപ്പ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു സാധനം അങ്ങനത്തെ കാര്യങ്ങളിൽ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന സമയത്തായതുകൊണ്ട് ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇവരുടെ കൂടെ തന്നെ ആർപിയും എല്ലാത്തിനും സഹകരിച്ച് ഇതായി മര്യാദയ്ക്ക് പൊക്കോ. അപ്പൊ എനിക്ക് ഓൾറെഡി പെട്ടെന്ന് മാക്ക് വന്നിട്ട് മാക്ക് ഒരു ലിസ്റ്റ് അയച്ചു. നമുക്ക് ഒരു ലിസ്റ്റ് അയച്ചിട്ട് പറഞ്ഞു ഇത്രയും പേരാണ് മാക്കിലെ ലിസ്റ്റ് അയച്ചല്ല, ഡിസ്കോഡിൽ ഇട്ടായിരുന്നു. മെമ്പേഴ്സിൽ ഇതിന്റെ ഡിസ്കോഡ് അപ്ഡേറ്റിൽ ഇട്ടായിരുന്നു. ഇട്ടപ്പോൾ മാക്കിന്റെ അടുത്ത് ഞാൻ ഇതുപോലെ പോയിട്ട് അങ്ങോട്ട് വെച്ച് മാക്ക് ഇതാണോ ശരിക്കുള്ള മെമ്പേഴ്സ്, ഇത് സത്യമാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ മാക്ക് പറഞ്ഞ് ഈഗിൾ എന്ത് പറ്റി, എന്തെങ്കിലും സീനുണ്ടോ? ഞാൻ പറഞ്ഞ് മാക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ മാറ്റണം എന്നല്ല ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഇവിടെ കുറെ ആൾക്കാർ ട്രിഗർ ആക്കാൻ വരുന്നുണ്ട്. അപ്പൊ ഈ ട്രിഗർ ആക്കുമ്പോൾ അപ്പാട് ഇമ്മച്യൂർ ആയിട്ട് ഇതിനെ ഡീൽ ചെയ്യുന്ന ഒരാളല്ല ഞാൻ ഇത് കാണും, ഞങ്ങൾക്കറിയാം ഇതെങ്ങനെ റിയാക്ട് ചെയ്യണം. ഷമീറിനെ കുറ്റം പറയുണ്ടോ അന്നു അവൻ നോക്കനാഥ് അലേദ് ഷാൻതായ പോൽ മിസ്യൽ അറേലം വലി എത്തനു അല്ല. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയാം. എനിക്കിവിടെ പലതും നമുക്ക് കാണാം. ഞാൻ ഇതുവരെ അതൊന്നും ഞാൻ വായിച്ചിട്ടില്ല. എനിക്ക് ഇത് വായിക്കാൻ അറിയാത്തോണ്ടോ ഇത് വായിച്ച് ട്രിഗർ ആയിട്ട് എനിക്ക് അപരാധം പറയാൻ എനിക്ക് അറിയാത്തോണ്ടോ അല്ല, മനസ്സിലായോ? എനിക്കിത് വായിച്ച് എനിക്ക് അപരാധം പറയാൻ അറിയാം. അതാണ് ഈഗിൾ ചെയ്തത്. എനിക്കതിന് താല്പര്യമില്ല, മനസ്സിലായല്ലോ? ഇവിടെ വന്ന് നിങ്ങൾക്കെല്ലാം ഊമ്പിത്തരം പറയണമെങ്കിൽ നിങ്ങൾ പറയടാ, എനിക്ക് യാതൊരു നഷ്ടവുമില്ല. നിങ്ങൾക്ക് മാക്കിന് ചിലപ്പോൾ ഡീപ്പായിട്ട് അറിയത്തില്ലായിരിക്കും. ഞങ്ങൾക്ക് പ്രശ്നമുള്ള കുറേ പേര്, ഞങ്ങളുടേതായിട്ട് കൂട്ടത്തിൽ പ്രശ്നമുള്ള കുറേ പേരുണ്ട്. സോ നമ്മൾ ഇനിഷ്യലി പ്ലാൻ ചെയ്തതുപോലെ ഇതൊരു ഫ്രണ്ട്ലി ഗ്യാങ് ആയിട്ട് പോകുന്നുള്ള കാര്യം എനിക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞു, സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് മാക്ക് പറഞ്ഞു, അയ്യോ ഈഗിൾ നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു, ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളോട് ഗൈസ്, അതായത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ എക്സ്ട്രീം വൾഗാരിറ്റിയിലോട്ട് പോയിട്ടുണ്ട്. അത് ഞാൻ ഫാൽക്കണെ ഒന്ന് കുറ്റം പറയാൻ വേണ്ടി ഡ്രാഗ് ചെയ്യുന്നതല്ലേ. എന്നാലും ഞാൻ പറയാം, ഫാൽക്കണൊക്കെ എൻ്റെ അച്ഛൻ്റെ പേരൊക്കെ ഇതിനകത്ത് ഫാൽക്കണായിട്ടുള്ള സിറ്റുവേഷനിൽ എൻ്റെ അച്ഛൻ്റെ പേരൊക്കെ ഇതിനകത്ത് റിയൽ ലൈഫിൽ അച്ഛൻ്റെ പേര് ഗെയിമിനകത്ത് ഡ്രാഗ് ചെയ്ത് സംസാരിച്ച് വേഴ്സ് ആയ ഒരു സെനാറിയോ വരെ ഉണ്ട്. അവരൊക്കെയാണ് ഇതിലോട്ട് വരുന്നത് എന്ന് പറയുമ്പോൾ ടെക്സാസിലെ HF മെമ്പേഴ്സ് ഒക്കെ ഇതിനകത്ത് വരികയെന്ന് പറഞ്ഞപ്പം ഞാൻ മാക്കിനോട് പറഞ്ഞു, മാക്ക് എനിക്ക് ഞാൻ വിരോധം കാണിച്ച് നിൽക്കുന്നതല്ല, പക്ഷെ നമ്മൾ ആദ്യമേ ഇത് ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞിട്ട് പോയാൽ പിന്നീട് ഇത് ദുഃഖിക്കേണ്ടി വരും എന്ന്. ഇതിന് മുമ്പത്തെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഞാനടക്കം പ്രശ്നം ഉണ്ടായിരുന്ന ഒരു സമയമുണ്ട്. അതായത് ബ്രാവോ എടുത്ത് പ്രശ്നമായിട്ടിരുന്ന സമയത്ത് തന്നെ തൊപ്പിയും ബ്രാവോ എടുത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്ന ഒരു സമയമുണ്ട്. ബ്രാവോയെ പറ്റി തൊപ്പി കുറേ ലൈവിൽ അല്ലാതെ പറയുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഗൈസ്, TVയുടെ കോ-ലീഡർ, സെർവറിന്റെ ഓണർ, MRC ഇവിടെ കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒരൊറ്റ നോ മതിയായിരുന്നു. MRC ഇവിടെ കളിപ്പിക്കാൻ താല്പര്യം നമുക്കില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വരുന്നതിന് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ സെർവർ ഓണറിന്റെ ഒരു നോ മതിയായിരുന്നു നിനക്കൊക്കെ വേറെ സെർവറിൽ പോയി കളിക്കാൻ. എന്നോട് ബ്രാവോ എന്ന് ചോദിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈകളെ, എൻ്റെ ഇപ്പോഴും ഉണ്ടാ മെസ്സേജ്, ഞാൻ എടുത്ത് കാണിക്കാൻ റെഡിയാ. എന്നോട് ബ്രാവോ എന്ന് ചോദിച്ചാണ് ഈകളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾക്ക് MRCയോട് അവർ സ്ലോട്ട് ചോദിച്ചിട്ടുണ്ട്, ഇത് വേറെ വല്ല ഇഷ്യൂ ആവുമോ, ആരൊക്കെ മെമ്പേഴ്സ് ഒന്നും അറിയത്തില്ല. മെമ്പേഴ്സിന്റെ ലിസ്റ്റ് കൊടുക്കുന്നതിന് മുമ്പാണ് MRCയുടെ ഇത് പറഞ്ഞത്. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഒരു കാര്യം പറയട്ടെ, അങ്ങനെ ഒരിക്കലും ഈഗിളിൽ അങ്ങനെ തീരുമാനിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ഈഗിൾ ഇപ്പം അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ GTA നമ്മൾ കളിക്കണ്ടെന്ന് ഈഗിൾ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ പറയും. അതിനെക്കുറിച്ച് ഈഗിളിന് വ്യക്തമായ ഇതുണ്ടാവും. നമ്മളൊരിക്കലും അങ്ങനെ ചുമ്മാ ഇരിക്കൂല. MRC എന്ന് പറഞ്ഞ ഒരു ഗ്യാങ് GTA വരാതിരിക്കാൻ വേണ്ടി ഈഗിൾ അതിനെ ഇതാക്കി സ്റ്റോപ്പ് ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്ത് വരും. അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാൻ പോകുന്ന ഈഗിളിനാണ്. അത് ഈഗിളിനെ അറിയാം, മനസ്സിലായോ? അതുകൊണ്ട് അത് വലിയ കാര്യമൊന്നുമല്ല, മനസ്സിലായോ? ഇതെന്താ TVന്റെ സെർവറാണോ? ഇത് TV ആണോ സെർവർ ഉണ്ടാക്കിയത്? ബ്രദർ അവർ വരട്ടെ, എനിക്ക് പ്രശ്നമില്ല. എന്തായാലും വരുന്നത് ഇപ്പം ബാക്കിയുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് അറിയാത്ത ആൾക്കാരല്ല, ഈ അറിയാവുന്ന ആൾക്കാരോട് അപരാധിക്കാനാണ് നമുക്ക് പറ്റാത്തത്. പിന്നെ ഞാൻ അന്നേരം പറഞ്ഞു തൊപ്പി ഒന്നും വലുതായിട്ട് ആക്റ്റീവ് ആയിരിക്കത്തില്ല, കാരണം അവൻ അങ്ങനെ ഇരുന്ന് കളിക്കുന്ന ഒരാളല്ല എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ തൊപ്പി ഒന്നും വലുതായിട്ട് ആക്റ്റീവ് ആകാൻ ഇടയ്ക്ക് കയറത്തുള്ളൂ. അപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റിൽ തൊപ്പിയുടെ ഈ ഗ്യാങ്ങിലുള്ള, അതായത് ഷമീർ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ, മെയിൻ സ്ട്രീം ആൾക്കാരൊക്കെ ഇതിനകത്ത് ആക്റ്റീവ് ആവുമെന്ന് അന്നും നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, അവരുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ MRCയുടെ ഒരു നെയിം GTA കൊണ്ടുവരിക എന്നുള്ളൊരു സാധനമായിരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ അവരുടെ പറഞ്ഞു, എനിക്കൊരു പ്രശ്നമില്ല ബ്രാവോ, ഇത് നിങ്ങൾക്ക് ബ്രാവോ എടുത്ത് വേണമെങ്കിൽ നേരിട്ട് ചോദിക്കാം, എന്ത് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഞാൻ ബ്രാവോ എടുത്ത് പറഞ്ഞു, ബ്രാവോ ഇതാണ് സംഭവം, കുഴപ്പമില്ല, അവർ കളിച്ചോട്ടെ എന്ന് പറഞ്ഞ് അവിടെയും ഞാൻ ഒരു ഈഗോയും ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ എൻ്റെ സൈഡിൽ നോക്കുക പറഞ്ഞു, നമുക്ക് ആടി വരുന്ന സമയത്ത് ആടി വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയതായത്. ആൻഡ് വൺസ് ഗ്യാങ്ങും പരിപാടികളൊക്കെ തുടങ്ങിയെല്ലാം ഓരോന്നായിട്ട് വന്നു കഴിഞ്ഞപ്പം ആദ്യമൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് വിട്ടു. നിങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങൾ ഒരു MRC ഓഡിയൻസിനോട് ഞാൻ പറയുന്നത് കേട്ടോ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, കാരണം നിങ്ങൾ ഫേസ് ചെയ്ത സിറ്റുവേഷൻ. MRC ഓഡിയൻസിനോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ മാക്ക് ആണെങ്കിലും അവരാണെങ്കിലും ഇവരെല്ലാം വന്ന് ഓരോ സിറ്റുവേഷൻസ് TV ആയിട്ടുള്ളതും KV ആയിട്ടുള്ളതും സോൾവ് ചെയ്ത് വിടുമ്പോൾ നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ തോന്നിയിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഗ്യാങ് മെമ്പേഴ്സിന് വാല്യൂ കൊടുക്കാതെ ഇവർ സിറ്റുവേഷൻസ് സോൾവ് ആക്കി വിടുമ്പോൾ നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ തോന്നിയിട്ടില്ലേ? ഉറപ്പായിട്ട് ഉണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങൾ ഇനി എന്നെ തോപ്പിക്കാൻ ഇല്ലെന്ന് പറഞ്ഞാലും നിങ്ങൾ അവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മെമ്പേഴ്സിൽ ബ്രോ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഈഗിൾ ഇപ്പം ഞാൻ പറയുന്നു ഈഗിളുടെ കൂടെയുള്ള ഒരാളാണ് ഇതിൻ്റെ സെർവറിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതെന്ന് പറഞ്ഞു, ബ്രാവോ. ഓക്കെ, അപ്പം ബ്രാവോ പറയുകയാണ് ഈഗിളിനോട്, ഈഗിളെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈഗിൾ പറയുന്നു, ഇല്ല MRC ഇവിടെ കളിപ്പിക്കണ്ട. അങ്ങനെ ഈഗിൾ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും നമ്മളറിയും അല്ലേ? നമ്മളെങ്ങനെയായാലും ഇന്നല്ലെങ്കിൽ നാളെ അറിയും. അത് നമ്മളെന്തായാലും നമ്മളെ ലൈവിൽ നമ്മൾ പറയും, അല്ലെങ്കിൽ ഇതാക്കുക. ആ പേടി എന്തായാലും ഈഗിളിനുണ്ടാവും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ, അല്ലാണ്ട് എന്താ.
അല്ലെങ്കിൽ ഓക്കെ ഈഗിൾ ചിന്തിക്കുന്നുണ്ടാവില്ല ഇങ്ങനെ ഒരു പ്രശ്നം വരുമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കും എന്നുള്ള കാര്യം ഈഗിൾ ചിന്തിക്കുന്നുണ്ടാവില്ല. അതൊന്നും അങ്ങനെ ഇതാക്കി പറയാനുള്ള റൈറ്റ് ഒന്നും ഇല്ല മുത്തേ. ലൈവിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇതിങ്ങനെ സോൾവ് ആയി പൊക്കോണ്ടിരുന്ന സമയത്ത് അവർക്ക് ആ സെയിം സാധനം ടി വിക്കകത്ത് വന്നു തുടങ്ങി. അതായത് ഇവന്മാര് ഒരു എൻഡ് ഓഫ് ദ ഡേ ഒരു എക്സ്ക്യൂസ് പറയും, എന്താ ബ്രോ അവർക്ക് പുതിയ മെമ്പേഴ്സ് നമുക്ക് ടി വിയിലുള്ളതാണെന്ന് അറിയത്തില്ലായിരുന്നു, ടി വിയിലുള്ളതാണെന്ന് ഇത് അതുകൊണ്ടാണ് നമ്മൾ സിറ്റുവേഷൻ എടുത്തത് എന്ന് പറയും. ഞാനിത് കേൾക്കുമ്പോൾ ഓക്കെ അവരുടെ സൈഡിലും കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ, അവർ പുതിയ പ്ലേയേഴ്സാണ്, ഷമീറും ഇവരെല്ലാം പുതിയതായിട്ട് ഇതിനകത്തോട്ട് വന്ന ആൾക്കാർ, ഇവർക്കൊക്കെ എന്താ പ്ലേയേഴ്സിനെ തിരിച്ചറിയാന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഞാനപ്പോൾ ഇവന്മാരുടെ നമ്മുടെ ടി വിയിലുള്ള പിള്ളേരുടെ അടുത്ത് പറഞ്ഞു, എടാ ഇനി നോർമലി നിങ്ങൾ നടക്കുവാണെങ്കിലും മാക്സിമം ഗ്യാങ് ഡ്രസ്സിൽ നടക്കാൻ നോക്കുക, പകലുള്ള സിറ്റുവേഷനിലാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഗ്യാങ് ഡ്രസ് നടക്കാൻ നോക്കുക, ഗ്യാങ് ഡ്രസ് കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് അറിയാം എന്നുള്ളൊരു രീതിയിൽ. പിന്നെ ആണെങ്കിൽ പോലും ഫാൽക്കണെ പോലത്തെ പ്ലേയേഴ്സ് ഒക്കെ ഈ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് MRC എന്നല്ല പറഞ്ഞു, കമ്മ്യൂണിറ്റി വന്നിട്ട് ഒരുപാട് നാളായി, ഇവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ആൾക്കാരാണ്, ഇവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ആൾക്കാർ. സ്റ്റിൽ സിറ്റുവേഷൻസ് വൃത്തികെട്ട രീതിയിൽ ട്രിഗർ ആവാൻ തുടങ്ങി, മനസ്സിലായ വൃത്തികെട്ട രീതിയിൽ സ്റ്റിൽ സിറ്റുവേഷൻസ് ട്രിഗർ ആവാൻ തുടങ്ങി. ഇതൊന്നും സഹിക്കുക വയ്യാതെ ഗൈസ് ഇത് ലാസ്റ്റിൽ ഉണ്ടല്ലോ ഞാൻ എന്താ എല്ലാം എനിക്കിത് സോൾവ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കിന് ഷെയ്ക്കും മാക്വലും അവിടെ വന്നിട്ട് നമുക്കൊരു മീറ്റിംഗ് വെക്കാം എന്നുള്ള രീതിയിൽ വന്നിങ്ങനെ സംസാരിച്ചായിരുന്നു. ഒരു സെക്കൻഡ് ഞാൻ ജസ്റ്റ് അതിന്റെ എന്റെ നമ്പർ ലീക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തിരിച്ച് ഞാൻ അങ്ങനെ മണ്ടത്തരങ്ങളൊന്നും ലൈവിലിരുന്ന് ഞാൻ കാണിക്കുന്നില്ല. ഞാൻ അറിയാം നമ്പറും ഇതൊന്നും ലീക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. സോ നമ്പറിനകത്ത് വിളിച്ച് തുണ്ണത്തിന് പറഞ്ഞവനൊക്കെ ഇന്നലെ സമാധാനത്തിൽ ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് ഗൈസ്, എന്റെ നമ്പർ കുറെ ആൾക്കാരുടെ കയ്യിലുണ്ട്. ആൻഡ് എന്റെ ഗ്രൂപ്പുകളിലെല്ലാം ഞാൻ ആക്റ്റീവാണ്. ഞാൻ എന്റെ ഇതിനകത്തെല്ലാം മെസ്സേജ് ഇടാറുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. അതിൽ മെഡിക്കൽ എമർജൻസീസും ബാക്കി ആവശ്യങ്ങൾക്കൊക്കെ വിളിക്കുന്നവരെല്ലാം ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു നമ്പറും കൂടിയാണത്. അതുകൊണ്ട് എനിക്ക് അതിൽ വലിയ ഇത് കുഴപ്പമില്ല ഇതാക്കിയത്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുവാണ്, എനിക്കൊരു സെക്കൻഡ് ഞാൻ എടുത്തോട്ടെ ഒരു മിനിറ്റ്. ഇത് ചില കാര്യങ്ങൾ കാണിച്ചില്ലെങ്കിൽ ആൾക്കാർ ഈ പറയണത് പോലെ നമ്മൾ വായ്ത്താളം പറഞ്ഞ് രക്ഷപ്പെടുക എന്നുള്ളൊരു സാധനം വരും. ഇത് MRC മാറ്റ് ഇഷ്യൂസ് വൾഗർ ആയിക്കൊണ്ടിരുന്ന സമയത്ത് വെളുപ്പിന് 4:19 ഞാൻ അവൻ ആദ്യമേ എൻ്റെ അടുത്ത് വിളിച്ചായിരുന്നു. തൊട്ട് മുമ്പ് ഞാൻ തിരിച്ചു വിളിച്ച് എൻ്റെ അടുത്ത് ഫ്രീ ആകുമ്പോൾ വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് മെസ്സേജ് ഇടാ കിടന്നൊന്ന് ചോദിച്ചു, ഞാൻ മെസ്സേജ് അവൻ ഇല്ല ലിങ്ക് അയക്കട്ടെ, ഞാൻ പറഞ്ഞിട്ട് ഷെയ്ക്കിൻ്റെ സെർവറിൻ്റെ ലിങ്ക് അയച്ചു തന്നു. അപ്പോൾ ഞാൻ ഇൻ ജനറൽ വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ പോയി സൺഡേ 15 മാർച്ചിന് ഞങ്ങൾ അവിടെ പോയി കാര്യങ്ങളെല്ലാം സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2-2.5 മണിക്കൂർ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിച്ച് അന്ന് സംസാരിക്കാൻ പോലും ഈ പറഞ്ഞ ലീഡർ MRCയുടെ മാറ്റർ ആയിട്ട് പോലും ഈ പറഞ്ഞ ലീഡറും ഇപ്പൊ റിയാക്ട് ചെയ്യുന്നതിന് തിളക്കുന്നതായിട്ടുള്ള ഒരാളെ പോലും MRCക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ ആ VC കണ്ടില്ല. പക്ഷേ വെളുപ്പിന് 4 മണി തൊട്ട് 6 മണി വരെ ഞങ്ങൾ ഇത് സംസാരിച്ചു. ലീഡേഴ്സ് 2 പേരും ഞാനും ഇരുന്ന് സംസാരിച്ച് അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് എന്നിട്ട് TVക്കകത്ത് നമ്മളുമായിട്ട് പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉള്ള ആരൊക്കെയാണ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങനത്തെ റിവലറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ അന്നേരം കൊണ്ടുവന്നായിരുന്നു. ഞാനിതൊന്നും സ്ക്രീൻ റെക്കോർഡൊന്നും എടുത്ത് വെച്ചിട്ടില്ല. ഞാൻ അങ്ങനെ മറ്റേ റെക്കോർഡ് ചെയ്ത് എഴുതി പോകുന്ന ആളല്ലാത്തതുകൊണ്ട് ഞാൻ അതുകൊണ്ട് സ്ക്രീൻ റെക്കോർഡൊന്നും ഞാൻ അവിടെ എടുത്തിട്ടില്ല. ബിലാൽ, എന്താ മാലിക്, അങ്ങനെ കുറെ പേര് വന്ന് സംസാരിച്ചു എന്നോട് കുറെ പേര് വന്ന് സംസാരിച്ച് ഞാൻ ഇവരുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതായത് സിറ്റുവേഷൻ ഒന്നും ഇനി നമ്മുടെ സൈഡിൽ നിന്ന് സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാകത്തില്ല ബ്രോ. പിന്നെ എനിക്ക് ബിലാലൊക്കെ എന്നോട് പറഞ്ഞു HF ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ബ്രോ അങ്ങല്ലാതെ വേറെ അങ്ങനെ ഒന്നും ഇല്ല, വേറെ ഈ പറയുന്ന പോലത്തെ സംഭവമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അവരുടെ സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കി. ഞാനും ഇത് വളരെ ന്യൂട്രലായിട്ട് എടുത്ത് MRCയുടെ ഇറങ്ങാൻ പോകുന്ന വണ്ടി വരെ അവരെന്നെ കാണിച്ച്, ഇറങ്ങാൻ പോകുന്ന വണ്ടി വരെ കാണിച്ച് ഇതാണ് നമ്മുടെ വണ്ടി കുറച്ചുകൂടെ പണിയുണ്ട് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ MRCയുടെ 3 വണ്ടികൾ എന്നെ കാണിച്ച് ഞാൻ അതിനൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറ എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഇതെല്ലാം അവരുടെ അടുത്ത് സംസാരിച്ച് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് എൻ്റെ പാക്കി പോയൊരു കാര്യമാണ്. നമ്മൾ എന്നിട്ടും ഒരു സിറ്റുവേഷൻ നമ്മൾ ഗൈസ് എനിക്ക് എന്താ ആവശ്യമുണ്ട് ഗൈസ് ഈ വെളുപ്പിന് 4 മണിക്ക് ഞാൻ പെണ്ണുമ്പിള്ളയോടൊക്കെ സംസാരിക്കുന്നത് പോലെ VC പോയിരുന്നു ഞാൻ ഇവരുടെ അടുത്ത് സംസാരിക്കേണ്ടത്. എനിക്ക് ഒരു കമ്മിറ്റ്മെന്റ് എഫേർട്ടും അങ്ങനെയാണല്ലോ പൊതുവെ എന്നെ പറ്റി പറയാൻ അങ്ങനെയാണല്ലോ വെളിയിൽ എനിക്ക് ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ എനിക്ക് ഈഗോയാണ്, എനിക്ക് അണ്ടിയാണ്, അതാണ് ഇതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇതാക്കിയിട്ട് എനിക്ക് എന്തിന്റെ ആവശ്യമുണ്ട് ഇതൊക്കെ ചെയ്യേണ്ടത്? ഞാൻ എന്നിട്ടും ഇതെല്ലാം ഓക്കെ പോട്ടെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ നിർത്തി. എന്നിട്ട് പോടാ കൊണ്ടേന്ന് അതിപ്പോൾ ഞാൻ നിന്നെ എങ്ങനെ പറഞ്ഞ് ഇമ്പ്രസ് ചെയ്യണം? നിന്നെ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ ആൾക്ക് സംസാരിക്കാൻ പറഞ്ഞ ആൾക്ക് വേണ്ടിയിട്ട് അവൻ ഒരാൾ ചൂണ്ടിക്കാണിച്ചിട്ട് അതാണ് നിന്റെ തന്തയെന്ന് പറഞ്ഞാലും വിശ്വസിക്കുന്നത് നിന്നെ ഒന്നും ഒരിക്കലും ഇമ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഇമ്പ്രസ് ചെയ്യുന്നവരും വിട്. എന്നിട്ട് ഞാൻ ഇവരുടെ കാര്യങ്ങളെല്ലാം പോയി സംസാരിച്ച് കഴിഞ്ഞ് എല്ലാം വീണ്ടും നോർമലായി പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹലോ ഹലോ അമ്പത്തൂരേ അമ്പത്തൂരേ വീണ്ടും ഇത് ഞാൻ സിറ്റിയിലുള്ള സമയത്താണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങൾ അതിൽ കണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അന്ന് 54 അടുത്ത് പോയിട്ട് ഈ സിറ്റുവേഷൻ വേണ്ടാടാ ഡ്രോപ്പ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ അവന്റെ പോയിന്റ് ഓഫ് വ്യൂ പോലും കാണാതെ ഞാൻ അവനെ പറഞ്ഞു വിട്ട്. ഞാൻ അവന്റെ പോയിന്റ് ഓഫ് വ്യൂ പോലും കേൾക്കാതെ അല്ലെങ്കിൽ അവന്റെ ഒന്ന് എന്താ അവിടെ സംഭവിച്ചെന്ന് പോലും കേൾക്കാതെ ഞാൻ ഇവനെ പറഞ്ഞു വിട്ട്. ഇത് കഴിഞ്ഞപ്പം ഈ സാധനം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കുന്നത് ലൈവ് കഴിഞ്ഞതിന് ശേഷം ഗൈസ് നിങ്ങൾ നാല് നോക്കണം. നമ്മൾ ഫ്രണ്ട്ലി ഒന്നും അവർ പറഞ്ഞിട്ട് എനിക്ക് ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന എനിക്ക് ഉറപ്പായിരുന്നു. അവർ പറഞ്ഞിട്ട് ടിവിയുടെ ഗ്യാങ് ഡ്രസ് അമ്പത്തൂർ ഇവിടെ വെറുതെ വന്നിരുന്നതല്ല. അമ്പത്തൂരിനെ വിളിച്ചതാ. അമ്പത്തൂരിനെ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അവന് ലൈവ് ഉണ്ടായിരുന്നു. അമ്പത്തൂരിനെ വരാൻ പറഞ്ഞു. അമ്പത്തൂർ ഇവിടെ വന്നപ്പം ഷമീർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് ഡിസ്റ്റർബ് ചെയ്യണമെന്ന് പറഞ്ഞു. റെസ്പെക്ട് ആവും മിണ്ടാതെ അവിടെ ഇരുന്ന് കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ഇവന്റെ കോൺവെർസേഷൻ കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടി അമ്പത്തൂരിനെ എന്തോ വിളിക്കുന്നോ ചെയ്യുന്നത്.
വിളിച്ചപ്പോഴത്തേക്കിന് ഈ പറയുന്നത് പോലെ ഇത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. എനിക്ക് ഈ അമ്പത്തൂർ ആരാന്നുള്ള കാര്യം എനിക്കറിയില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ ഇതിൽ ഇവരെ ടീമിലുള്ള 35 ആൾക്കാരുടെ പേര് പഠിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ്. മനസ്സിലായല്ലോ? അത് മെല്ലെ മെല്ലെ എനിക്ക് റെഡിയാവും. മനസ്സിലായോ? എനിക്കത് മെല്ലെ മെല്ലെ റെഡിയാവും. എനിക്കത് ടൈം എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അമ്പത്തൂരിനെ എനിക്ക് മനസ്സിലാത്ത കാര്യം, എനിക്ക് ഇവരുടെ ഗ്യാങ് വണ്ടിയും എനിക്ക് അത്ര പരിചയമില്ല. ഇതേപോലത്തെ ഈ സെയിം ടൈപ്പ് ഓഫ് വണ്ടികൾ ഞാൻ കുറേ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ഇതിൽ പുതിയതാ. മനസ്സിലായോ? ഞാൻ ഇതിൽ പുതിയതാ. ഞാൻ ഈ GTA എന്ന് പറഞ്ഞ ഗെയിമിൽ ഞാൻ പുതിയതാ. അപ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്ക് ഈ പറഞ്ഞ പോലെ വണ്ടി കണ്ടിട്ടും ഈ ആളെ കണ്ടിട്ടും എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് കാണുമ്പോൾ തന്നെ ഗുണവന്തി നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തുമില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് അവരെ മനസ്സിലാകാത്തത് ഞാൻ മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ പറയും. ഞാൻ എന്തുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഞാനപ്പം TV തന്നെ ഞാൻ വള്ളി എടുക്കാൻ നോക്കും. അങ്ങനെ എനിക്ക് എത്ര വള്ളി എടുക്കാം ഞാൻ എൻ്റെ ഗ്യാങ്ങിൽ എൻ്റെ പിള്ളേർ എന്നോട് പറയാറുണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ കുറേ ഇഷ്യൂസ് എന്നോട് പറയാറുണ്ട്. ഞാൻ പറയും, എടാ അത് വിട്ടേക്ക്, അത് നമുക്ക് ഇതാക്കണ്ട, അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, അത് വിട്ടേക്ക്, അത് നമ്മൾ മ്യൂച്വൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകണേന്ന്, അത് വേണ്ടാന്ന് ഞാൻ പറയാറുണ്ട്. മനസ്സിലായോ? ഈ പറഞ്ഞ പോലെ എനിക്കിത് മനസ്സിലാകാത്ത കാര്യം, മനസ്സിലായ TV ആണെന്ന് പറഞ്ഞു ഞാൻ അപ്പാടെ ഞാൻ പറയുന്നുണ്ട്, ഓക്കെ ബ്രോ സോറി. അതിപ്പോൾ TV ആയിക്കൊണ്ടല്ല, ആരായാലും ഞാൻ സോറി പറയും. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയൂ. മനസ്സിലായോ? അവൻ അമ്പത്തൂരിന്റെ അണ്ടി എന്ന് ബ്രോ, അവൻ അമ്പത്തൂർ എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ടെന്ന് പോലും അറിയില്ല. കഴപ്പ് ബ്രോ. ഇത് അപ്പം നിങ്ങൾ പറയണമെന്ന് പറഞ്ഞാൽ MRC ആയിട്ട് സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി എനിക്ക് മാത്രമാണെന്നാണോ, അത് TVക്ക് മാത്രമാണെന്നാണോ? ബ്രോ, ഇത് കഴിഞ്ഞ 1-2 മാസമായിട്ട് പുള്ളി സിറ്റിയിൽ കളിക്കുക. ഇത് TVയുടെ ഗ്യാങ് ഡ്രസ്, ഇത് TVയുടെ ഗ്യാങ് വണ്ടി. സിറ്റുവേഷൻ ആകരുത് എന്നൊരു സാധനം നിങ്ങളുടെ സൈഡിൽ നിന്ന് 100% നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ഗ്യാങ്ങിന്റെ ലീഡർ എന്നുള്ള രീതിയിൽ പുള്ളി അറ്റ്ലീസ്റ്റ് ഇതൊക്കെയെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് ബ്രോ സോറി പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ സോറി പറഞ്ഞത്. മനസ്സിലായില്ല, അതാലോ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാലോ, മിന്നാത്ത ലൈവ് ഇപ്പൊ ഈകൾ സോറി പറയുന്നുണ്ടല്ലോ, അത് സോറി പറയുന്നതിൽ എന്താ അതിന്റെ അർത്ഥം? അത് സോറി അത് മിസ്റ്റേക്ക് ആണോ? അതപ്പം മിസ്റ്റേക്ക് ആയോ? അത് മിസ്റ്റേക്ക്, ഇതൊന്നും മിസ്റ്റേക്ക് അല്ല, അങ്ങനെയാണോ പറഞ്ഞു വരുന്നത്? അത് മിസ്റ്റേക്ക്. ഇതൊന്നും തൊപ്പീനെ നല്ല രീതിയിൽ അവരാധിച്ചിട്ടുണ്ടല്ലോ, നൂഡിൽസ് വാരിയിട്ടു മറ്റേത് വാരിയിട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞതൊക്കെ ഇതാണ്, ഈ പറഞ്ഞതൊക്കെ അറിയാതെ പറ്റിപ്പോന്നതാണ്. ഇതൊക്കെ അറിയാതെ, അതായത് ഒരാളെ പേരെടുത്തിട്ട് അവർ ചെയ്ത കാര്യങ്ങൾ എടുത്തിട്ട് വാച്ചിങ് എടുത്തിട്ട് നിങ്ങളൊന്ന് ആലോചിക്കണം, എന്തുമാത്രം ഇതുണ്ടാവും എന്നൊന്ന് ആലോചിച്ച് നോക്കണം. എന്തുമാത്രം ഫ്രസ്ട്രേഷൻ ഇല്ലാണ്ട് ഇങ്ങനത്തെ വർത്താനങ്ങൾ പറയുക. ഒരാൾ ലൈവിൽ വന്നിരുന്നിട്ട് ചാറ്റ് ട്രിഗർ ആക്കി എന്നാണ് പറയുന്നത്. ചാറ്റ് ട്രിഗർ ആക്കി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഉള്ളിലില്ലാത്തൊരു സാധനം ചാറ്റ് ട്രിഗർ ആക്കുമ്പോൾ സ്വന്തമായിട്ട് അങ്ങ് പൊട്ടി മുളക്കുവോ? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഇല്ലാത്തൊരു സാധനം, ഇല്ലാത്തൊരു സിനാരിയോ, ഇല്ലാത്തൊരു സിറ്റുവേഷൻ ചാറ്റ് ട്രിഗർ ആക്കി പോലും ഏതോ ഒരുത്തനാടെ പോയിട്ട് പറഞ്ഞു പോലും അത് MRCന്റെ ആളാന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഈ കൺവേർട്ടിങ് ഊമ്പിക്കോ, അതിൽ വേറെ തെറ്റൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. അത് ഓവർ ഊമ്പാൻ വേണ്ടി വരരുത്. ഞാൻ കാര്യം പറഞ്ഞുതരാം. ഈ പറഞ്ഞ പോലെ ഈ സിറ്റുവേഷൻ ഞാൻ അറിയില്ല, ഞാൻ സോറി പറഞ്ഞു, അതും വിത്തിൻ സെക്കൻഡ്സ് ഞാൻ സോറി പറഞ്ഞല്ലോ. അപ്പൊ പിന്നെന്താ? അപ്പൊ പിന്നെ ഒരാളെ കയറി ഇരുന്ന് ലൈവിൽ വന്ന് അപരാധിച്ചിട്ട് MRCന്റെ എന്താ പറയാ ലീഡറിനെയും, ഓക്കെ അത് വിട്, എൻ്റെ കാര്യം വിട്ടേക്ക്, തൊപ്പിനെയും കയറി അപരാധിച്ചിട്ട് ഉള്ള ബായി തോന്നുന്ന എല്ലാ സംഭവങ്ങളും, അതായത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? അതായത് ഓരോ ചെറിയ ഡീറ്റെയിൽസ്, ഈ ചെറിയ ഡീറ്റെയിൽസ് ഒരിക്കലും ഒരു നോർമൽ വ്യൂവറിന് പോലും അറിയാത്ത കുറച്ച്, അതായത് ഒരു ഹാർഡ് കോർ ഫാനിന് പോലും അറിയാത്ത കുറച്ച് കാര്യങ്ങളാണ് എടുത്തിട്ടത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിൽ എന്തുമാത്രം ഇൻട്രസ്റ്റഡ് ആണെന്നൊന്ന് ആലോചിച്ച് നോക്കിയട്ടെ. അതായത് അവിടെ നടക്കുന്ന ഓരോ ചെറിയ അനക്കം, ചെറിയ കാര്യങ്ങൾ പോലും സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട് അതിനെക്കുറിച്ച് കുറ്റം പറയാൻ വേണ്ടി അത്രയും മൈൻഡിൽ ഈ സാധനങ്ങൾ ഇല്ലാണ്ട് ഒരാൾ വന്ന് ഇങ്ങനെ ചുമ്മാ ചാറ്റ് ട്രിഗർ ആക്കിന്നോ. ഇത് ആരെ ഈ പൊട്ടനാക്കുന്നത്? ചാറ്റ് ട്രിഗർ ആക്കി എന്നിട്ട് ആരെ ഈ പൊട്ടനാക്കുന്നത്? നമുക്ക് മനസ്സിലാകുന്നില്ല. ആരെ ഈ പൊട്ടനാക്കുന്നത്? ചാറ്റ് ട്രിഗർ ആക്കി എന്ന് വിചാരിച്ചിട്ട് കണ്ട അപരാധങ്ങൾ മൊത്തം വിളമ്പലാണോ? ഇത് ഒരു മാന്യമായിട്ട് 6 വർഷം സ്ട്രീം ചെയ്യുന്ന, ഗെയിമിംഗ് മാത്രം സ്ട്രീം ചെയ്യുന്ന, ഇത്ര വാച്ചിങ് കയറ്റുന്ന ആളാണ് ഇത് പറയുന്നത്. ഈകൾ പറയുകയാണ്, ഇത്രമാത്രം വാച്ചിങ് കയറ്റുന്നുണ്ട്, ഇത്രമാത്രം സ്ട്രീം ചെയ്തിട്ടുണ്ട്, ഇത്രമാത്രം സംഭവം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളെന്ന് ബായിന്ന് വരേണ്ട കാര്യമാണ് ഇത്. ഞാൻ വന്നിട്ട് 2 മാസമായിട്ടുള്ളൂ. ഈകളെ നീ തന്നെ ഇപ്പം പറഞ്ഞു ഞാൻ വന്നിട്ട് 2 മാസമായിട്ടുള്ളൂ. 6 കൊല്ലായി ആണോ? 6 കൊല്ലായി. നിങ്ങൾ അപ്പുറം ഇപ്പുറം മ്യൂച്വൽ റെസ്പെക്റ്റ് കൊടുത്ത് പോകേണ്ട ആൾക്കാരാ ആണോ? ആണ്. എന്നിട്ട് ഇങ്ങനെ വന്ന് ലൈവിൽ വന്ന് അവരാധിച്ചിട്ട് അയ്യോ ഞാൻ അത് ചാറ്റ് ട്രിഗർ ആക്കി, അത് ഞാൻ കണ്ടില്ലായിരുന്നു, അത് ഞങ്ങൾക്ക് അറിയാണ്ട് പറ്റിപ്പോയതായിരുന്നു. നാണമില്ല പറഞ്ഞില്ലേ? തിരിച്ച് ഞാനായിരുന്നെങ്കിലോടാ ഞാൻ സോറി പറഞ്ഞു. ഞാൻ പറഞ്ഞ ഇതിനെപ്പറ്റിയോ അല്ല ഗൈസ്. ഇത് എങ്ങനെയാണ് ഇങ്ങനെ ആയെന്ന് പറയുക, അത് നിങ്ങൾ അതിലേക്ക് സോറി പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞ അതിനല്ല. എന്തിനാണ് ഇങ്ങനെ ഒരു അനാവശ്യ സിറ്റുവേഷൻ ക്രിയേറ്റ് ആക്കി? ഇതൊന്നുമില്ല. ഇത് സംഭവം എന്താന്ന് വെച്ചാൽ TVന്റെ ഓഡിയൻസും തന്നെ ആൾക്കാർക്ക് മനസ്സിലായി. ഇത്രമാത്രം ഫ്രസ്ട്രേഷൻ കൊണ്ടാണോ ഈകള് മറ്റേ തൊപ്പീൻ്റെ മുമ്പിലും ബാക്കി ആൾക്കാരുടെ മുമ്പിലും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നുള്ളത് മനസ്സിലായി. അവർ എന്നെ സ്വയം ഇതാക്കാൻ വന്നപ്പോൾ എന്ത് ചെയ്തു? കുറേ കഥകൾ, കുറേ സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വന്നിട്ടാണ് മൂപ്പര് ഇപ്പൊ പറയുന്നത്. നമുക്ക് എന്തായാലും കേട്ടോ, എന്നെ പറയുമ്പോൾ ബാക്കി ഞാൻ പറയാം. എന്നാണ് ചോദിക്കുന്നത്.
ഇതിൽ എന്റെ മെമ്പേഴ്സിനും എന്റെ ഓഡിയൻസിനും ഞാൻ ഒരു ഗ്യാങ്ങിന് വേണ്ടി ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്ന എന്റെ വ്യൂവേഴ്സ് കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ പറയട്ടെ, ഏതെങ്കിലും ഒരു ഗ്യാങ്ങിന് വേണ്ടിയിട്ട് ടിവിയെ തള്ളി പറയാ അല്ലെങ്കിൽ ടിവിയുടെ അടുത്ത് സിറ്റുവേഷൻസ് എടുക്കരുത് എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ ഇതാക്കിയിട്ടില്ല. അങ്ങനെ ഓർക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കെവിയുടെ ഒരു കാര്യത്തിലും ഈ പറഞ്ഞ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവത്തിൽ വരാം. അതുവരെ അണ്ടിൽ ഞാൻ പുതിയതായിട്ട് വന്ന ഒരു ഗ്യാങ്ങിന് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ എന്റെ മെമ്പേഴ്സിനെ ഞാൻ ഒരിക്കലും കൺട്രോൾ ചെയ്തിട്ടില്ല, അവർക്ക് എതിരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ കൊടുക്കുന്ന റെസ്പെക്ട് തിരിച്ച് ഇങ്ങോട്ട് കിട്ടണം. കാരണം നമ്മളിത് തലേന്ന് വി സിയിൽ മാക്കിനോടും ഷെയ്ക്കിനോടും ഇനി ഷെമീറിന്റെ സൈഡിൽ നിന്ന് ഒന്നും വരാതെ ഞാൻ നോക്കിക്കോളാം എന്ന് ഷെയ്ക്ക് എനിക്ക് ഉറപ്പ് വന്നിട്ട് പോയിന്റ് ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ ഇത് സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക് ബ്രോ, ആ ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ ഇത് സംഭവിക്കുക എന്ന് പറയുമ്പോൾ എനിക്കത് അത്രയ്ക്ക് അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നില്ല. പുള്ളിക്കാരൻ അറ്റ്ലീസ്റ്റ് പുള്ളിക്കാരൻ അറിയത്തില്ല, അമ്പത്തൂരിനെ എല്ലാവരും അറിയണമെന്നില്ല. അതുപോലെ MRCയിൽ 35 മെമ്പേഴ്സിന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും പേര് അറിയത്തില്ല. പക്ഷേ ഞാൻ ഈ ഗ്യാങ് ഡ്രസ് ഇട്ട് എന്റെ സറൗണ്ടിങ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ സറൗണ്ടിങ്ങിൽ MRCയുടെ ഗ്യാങ് ഡ്രസ് ഇട്ട് ഒരുത്തം വന്നിരിക്കുകയാണ്. ഞാൻ അവനോട് ഇപ്പൊ MRCയിൽ ഇപ്പോൾ ഒരു ഒരാളുടെ പേര് സുഗുണൻ എന്നൊരു പേരുണ്ടെങ്കിൽ സുഗുണൻ രണ്ടീന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും. അങ്ങനെ ഇത് നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നുണ്ട്. പക്ഷെ തലേന്ന് അത്രയും മണിക്കൂർ നമ്മൾ സംസാരിച്ചിട്ട് അടുത്ത ദിവസം വീണ്ടും ഇങ്ങനെ സിറ്റുവേഷൻ ഞാൻ അതാ പറഞ്ഞു. ഞാൻ വേറൊന്നും ഇല്ലേ പറയാൻ, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കട്ടെ, അത് ഞാൻ ആ ലൈവ് കണ്ടവർക്ക് അറിയാം. അത് ഞാൻ പറഞ്ഞു, അതിന്റെ അടുത്ത സെക്കൻഡ് തന്നെ ഞാൻ പറഞ്ഞു, ബ്രോ സോറി, ഞാൻ അമ്പത്തൂരിൽ നിന്ന് കേട്ടപ്പോൾ ഞാൻ ഒരു സ്ഥലത്തിന്റെ പേരായിരുന്നു ഞാൻ വിചാരിച്ചത്. എനിക്കറിയില്ലായിരുന്നു അതൊരാളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അമ്പത്തൂരിൽ നിന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു സ്ഥലത്തിന്റെ പേരായിരുന്നു ഞാൻ കേട്ടത്. ഞാൻ RP കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിന്റെ ബാക്കിൽ ഞാൻ കാണുന്നില്ല, ഞാൻ ഇത് ശ്രദ്ധിക്കുന്നില്ല, എന്റെ കോൺസെൻട്രേഷൻ ഇതല്ല. ഞാൻ വേറൊരു കാര്യത്തിന്റെ ഇടയ്ക്ക് ഞാൻ ഇതായിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ 360 ഡിഗ്രിയിലോ നമുക്ക് നോക്കാനുള്ള കണ്ണൊന്നും എനിക്കില്ല, മനസ്സിലായോ? ഞാൻ ഒരു പെർട്ടിക്കുലർ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അതിലായിരിക്കും ഞാൻ കോൺസെൻട്രേറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പൊ അതിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതിന്റെ ബാക്കിൽ വന്ന് നിന്നോ ഈ പറഞ്ഞ പോലെ ഞാൻ കണ്ടില്ല. അത് അടുത്ത സെക്കൻഡിൽ ഞാൻ കാര്യം പറയുന്നുണ്ട്, ബ്രോ സോറി ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, അതാന്ന് ഞാൻ പറയുന്നുണ്ട്, മനസ്സിലായല്ലോ? എന്നിട്ട് ഇവൻ്റെ അടുത്ത് വായ്ത്താളം അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ അത് വിട്ടതാ, മനസ്സിലായോ? ഞാൻ വിട്ടതാ, എനിക്ക് അങ്ങനത്തെ യാതൊരു ഇതുമില്ല, ഞാൻ വിട്ടതാ. അത് പറ്റി പറഞ്ഞു വരുന്നത്